നോട്ട് ചെയ്ത് വെക്കും ഇന്ന സാധനം ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇതിന് വേറൊരാൾ പോയി പറിക്കുന്നതിന് മുന്നേ നമ്മളിത് ഒരു വൈകുന്നേരം, അത് വിഷുവിന് ചിലപ്പോൾ 2 ദിവസം മുന്നേ ഒക്കെ വൈകുന്നേരം അക്കരെ അങ്ങനെ പോകുന്നു പറഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് പറിച്ചിടും. അപ്പൊ അങ്ങനെ നമ്മുടെ ആശീർവാദിന്റെ സ്വസ്തിയുടെ പ്യുവർ ആയിട്ടുള്ള നമ്മൾ ഗീ തൊഴിക്കാൻ പോവാണ്. ഇതാണ് ഇതുപോലെ വിശേഷം ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ കേട്ടാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു യൂട്യൂബ് ചാനൽ മോംസ് ആൻഡ് മീ. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷു ഇങ്ങനെ അടുത്തു. അപ്പോൾ നമ്മുടെ ഇത് വിഷു ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പം ഇന്ന് ഷൂട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വിചാരിച്ചു നമുക്ക് ഇന്നേ അങ്ങ് എന്താണ് വിഷു നമുക്ക് ഒരു ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം നമ്മുടെ വീട്ടിൽ ഓൾറെഡി വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വിഷു ഒരുക്കങ്ങളാണ്. പിന്നെ എനിക്കിന്നൊരു വിഷു ഫോട്ടോഷൂട്ട് ഉണ്ട്. ഇപ്പം തന്നെ നല്ല ലേറ്റായി, ഇനിയിപ്പോൾ അതിന് വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ ഫുൾ വ്ളോഗൊന്നും കാണിക്കാൻ പറ്റത്തില്ലാവില്ല, കാരണം ഒരുങ്ങുന്നത് കുറേ ടൈം എടുക്കും. അപ്പം നമുക്കും ഒരു ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വേറൊരു സ്പെഷ്യലും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം അകത്തോട്ട് പോകാം. നമ്മുടെ വിഷു എക്സ്പീരിയൻസ് പറയാം, കാരണം നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ വിഷു എക്സ്പീരിയൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു യൂട്യൂബ് ചാനൽ. യെസ്, അപ്പം നമുക്ക് വീട്ടിനകത്തോട്ട് കയറാൻ. ഇവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തകൃതിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മയാണ് ക്ലീനിങ്ങിൻ്റെ സംഭവം. കൃഷ്ണനെയൊക്കെ ക്ലീൻ ചെയ്ത് ഇത് നമുക്ക് എന്താ ഒരു നാണം. അമ്മ ക്ലീനിങ്ങിലാണ്. ഇത് നമുക്ക് തട്ടം കൃഷ്ണന്മാർ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാണ്. നമ്മൾ വിളക്കിൻ്റെ നമ്മളിവിടെ ആണ് വിളക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ആണ് ബാക്കി നമ്മൾ വിഷു സെറ്റ് ചെയ്യുന്നത്. ഈ ടീപ്പോ എടുത്തിട്ട് നമ്മൾ എല്ലാ വർഷത്തെ ബ്ലോഗിനകത്ത് നമ്മളുണ്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ 2 പൂജാമുറീസ് നമ്മൾ പണിതെടുത്തതാണ് പൂജാമുറീസ്. അപ്പോൾ വിഷുവിൻ്റെ ഞാൻ താഴെ ഇരുന്ന പാൻറ് കീറും, അതുകൊണ്ട് മുകളിലിരിക്കാം. അപ്പോൾ വിഷുവിൻ്റെ ആ എക്സ്പീരിയൻസ് പറഞ്ഞേ. വിഷുവിന്റെ എക്സ്പീരിയൻസ് പറയുന്നത് ഞങ്ങളുടെ വിഷു ആയിരുന്നു നല്ല വിഷു. വെളുപ്പിനെ 4 മണിയാകുമ്പോഴേ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഒരു കൃഷ്ണൻ കുഞ്ഞിനെ, ഒരു കൊച്ചിനെ കൃഷ്ണൻ 2 വയസ്സുള്ള 5-6 വയസ്സുള്ള കുഞ്ഞിനെ കൃഷ്ണനായിട്ട് ഒരുക്കി കൊട്ടും മേളമായിട്ട് 2-3 പാത്രമൊക്കെ ഇട്ട് അടിച്ച് ചെണ്ടമേളത്തിന് അടുത്ത എനിക്കും ഞങ്ങൾക്കും ട്രിവാൻഡ്രത്ത് വന്നിട്ട് അങ്ങനെ വിഷു ഭയങ്കര അടിപൊളി അല്ലെങ്കിൽ ഭയങ്കര വലിയ സെലിബ്രേഷൻ ഒന്നും പറയാനില്ല. എൻ്റെ കുഞ്ഞിലേ ആയിരുന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങളിങ്ങനെ കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടി ഈ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ പായസമൊക്കെ വെച്ച് സദ്യയൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കൃഷ്ണന്റെ എന്തൊരു വിശേഷമുള്ള സമയത്ത് നിന്നെയും നിന്റെ ഇളയതിനെയും കൃഷ്ണന്റെ രാധയുടെ വേഷം കെട്ടി നമ്മുടെ അമ്പലങ്ങളിലെല്ലാം താലപ്പൊലിയൊക്കെ എടുത്ത് നമ്മുടെ കുഞ്ഞ് ഉണ്ണികൃഷ്ണനെ ഒരുക്കി നിന്നെ രാധയുടെ വേഷവും കെട്ടി അങ്ങനെ അമ്പലത്തിൽ ഒത്തിരി പ്രാവശ്യം നമ്മുടെ അമ്പലങ്ങളിലെല്ലാം പോയിട്ട് ഉണ്ണിയുടെ ആദ്യത്തെ ശമ്പളമാണ് എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ്. അത് ഇത് ഉണ്ണിയുടെ ഫസ്റ്റ് സാലറി കിട്ടിയപ്പം ഒരു ഷോപ്പിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അവന്റെ ഒരു ടിപ്പ് അല്ലെങ്കിൽ അവന് കിട്ടുന്ന ഒരു എന്താ പറയുക സാലറി, അവനൊരു സേവിങ്സ് ആയിട്ട് എന്ന പോലെ അവൻ പോയതാണ് +2 കഴിഞ്ഞ. അപ്പൊ അവന് കിട്ടിയ ഫസ്റ്റ് സാലറിയിൽ അവൻ വാങ്ങിച്ച ഗിഫ്റ്റ് ആണിത്. എന്തായാലും അവന്റെ സാലറി നല്ല വാങ്ങിച്ചത്. അപ്പൊ ഇവിടെ 3-4 കൃഷ്ണന്മാരുണ്ട്. നമ്മളിങ്ങനെ കാരണം ഇവിടെ കൂടുതൽ ഞാൻ കൃഷ്ണ ഭക്തയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും ഗുരുവായൂരാണ്. അപ്പൊ നമ്മൾ എപ്പോൾ ഗുരുവായൂർ പോകാൻ പ്ലാൻ ചെയ്താലും ഇവിടെ മറ്റേ പട്ടിയും പൂച്ചയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വർഷത്തിൽ പ്ലാൻ ചെയ്ത് എപ്പോഴെങ്കിലും ഒരിക്കലായിരിക്കും പോകുന്നത് തന്നെ. പിന്നെ ഇപ്പൊ വിഷുവിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്ത് അങ്ങനെ വലിയ ആഘോഷം ഒന്നുമില്ല. എല്ലാം മറ്റേ വെച്ചുകെട്ട് പോലെ എല്ലാം കുറെ സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ച് അങ്ങനെയാണ്. പക്ഷെ നാട്ടിലത്തെ വിഷുവാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
കാരണം അവിടുത്തെ കുഞ്ഞു വീട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു കണിക്കൊന്നയൊക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 100-150 രൂപ കൊടുക്കണം ഒരു ശകലം പൂവിന്. അന്ന് ഇവിടെ ഭയങ്കര റേറ്റ്. ഞാൻ എൻ്റെ എല്ലാ വർഷത്തെ വ്ളോഗിലും നമ്മുടെ പർച്ചേസിങ്ങിന് പോകുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കണം, ബാക്കിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞത് പൂവും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും മാത്രം നമുക്കിനി വാങ്ങിച്ചാൽ മതി. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വലിയ സംഭവങ്ങളല്ല ഉള്ളത് വെച്ചിട്ട് മാങ്ങ, മറ്റേ പൈനാപ്പിള് എല്ലാം അപ്പുറം ഇപ്പുറം. പക്ഷെ ഈ ചക്കയും മാങ്ങയൊക്കെ നമ്മള് ഒരു കുറെ നാൾ മുന്നേ നോട്ടിട്ട് വെച്ചിരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ പോലും ഇപ്പുറത്തെ അയ്യത്തൊക്കെ നോക്കി വെച്ചിരിക്കും. സമയമാകുമ്പോൾ 6 മണി കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴും ഉണ്ട് അമ്മൂമ്മ ഒരു വിഷുവിന് ഇങ്ങനെ എന്താ നമ്മളെല്ലാം കുട്ടാലി പുറത്ത് പോകും, നമ്മളെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും. ഡിസ്റ്റർബ് ചെയ്തു. അപ്പൊ നമ്മൾ ഇതിനെ നോട്ട് ചെയ്ത് വെക്കും ഇന്ന സാധനം ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇതിന് വേറൊരാള് പോയി പറിക്കുന്നതിന് മുന്നേ നമ്മളിത് ഒരു വൈകുന്നേരം, അത് വിഷുവിന് ചിലപ്പോൾ 2 ദിവസം മുന്നേ ഒക്കെ വൈകുന്നേരം അക്കരെ അങ്ങനെ പോകുന്നു പറഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് പറിച്ചോണ്ട്. അപ്പൊ അമ്മൂമ്മ ഇങ്ങനെ എന്താ കൈതച്ചക്കയൊക്കെ പറിച്ചോണ്ട് വന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കൈതച്ചക്ക, മാങ്ങ, പിന്നെ കശുവണ്ടി. ഈ സീസണിൽ നമുക്ക് കശുവണ്ടി നാട്ടിലൊക്കെ ഉണ്ടാവും. വലിയമ്മയുടെ വീട്ടിലെ കശുവണ്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പറിച്ചു വെച്ച് അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ തന്നെ കൊന്ന ഉള്ളത് കൊണ്ട് കൊന്നപ്പൂ ഒക്കെ നേരത്തെ പറിച്ചു വെച്ച് സെറ്റ് ചെയ്ത ആ ഒരു വിഷുവാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഞങ്ങളുടെ പുന്നല ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രം ഞാൻ എൻ്റെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി നമ്മൾ തൊഴും. ഇതൊക്കെയാണ് നമ്മുടെ വിഷു. പിന്നെ ഏറ്റവും വലിയ സംഭവം അന്നാണ് ഞങ്ങളുടെ നാട്ടിലത്തെ 9 ദിവസമാണ് 10 ദിവസമാണ് അവിടുത്തെ ഉത്സവം. 8 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. ഈ 8 ദിവസവും നമ്മൾ 4 കരക്കാരുണ്ട്. 4 കരക്കാരുടെയും വലിയൊരു അമ്പലമാണ് ഞങ്ങളുടെ അവിടുത്തെ ശിവക്ഷേത്രം. അപ്പൊ അവിടുത്തെ ഉത്സവമാണ് ഈ ഏപ്രിലിൽ വിഷുവിന്റെ അന്നാ കൊടി കയറുന്നത്. അപ്പൊ അന്ന് മുതൽ ഞങ്ങൾക്ക് വിഷു ഈ ഉത്സവവും ഇതെല്ലാം കൂടെ ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ സദ്യ, പായസം വെപ്പ്, അങ്ങനെ ഒരു പ്രത്യേക വൈബാണ്. എനിക്ക് എന്തായാലും പായസം ഇതൊക്കെ പറഞ്ഞപ്പോൾ പായസം കുടിക്കാൻ തോന്നുന്നു. നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് ഇന്നൊരു പായസം വെക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം കുറേ നാളായിട്ട് പായസം കുടിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു പാലട വെക്കാണ്. ഞങ്ങളുടെ രീതിയിലുള്ള പാലട എങ്ങനെയാണ്? അടപ്പായസം വേറെ. അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മളൊരു അടപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വരുന്ന വിഷുവിന് ഈ ഒരു അടപ്പായസം വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയണം. ഉണ്ണി ഇന്നില്ല, ഉണ്ണി പുറത്ത് പോയേക്കാണ്. അപ്പൊ ഇതും കൂടെ കഴിച്ച് കുടിച്ചിട്ട് വേണം എനിക്കിനി ഷൂട്ടിന് പോകാനായിട്ട്. അപ്പൊ നമുക്ക് പായസം വെക്കാൻ പോകാനാ. പിന്നെ നമ്മുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം, കമന്റ് അടിക്കണം, ഷെയർ ചെയ്യണം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് പായസം വെക്കാൻ പറ്റും. ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒരുക്കളൊക്കെ കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഈ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. കാരണം പൂ മേടിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. ഇനി ചിലപ്പോൾ ഇതിൻ്റെ ശേഷം മേബി ഒരു വ്ളോഗ് ഇതായിരിക്കും. ചിലപ്പോഴായിരിക്കും ഒരു വ്ളോഗ് ഉണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതായിരിക്കും. നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും പായസം വെക്കാൻ പോവാം. എന്തിനാ എല്ലാ കൃഷ്ണനും കൂടെ? ആയി, ഞാൻ നല്ല വെളുത്തിരിക്കുന്നു. ഓക്കെ, ബാ. അപ്പം നമുക്ക് പായസം വെക്കാൻ പോവാം. നമ്മൾ ഓൾറെഡി ഇവിടെ പായസത്തിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. എനിക്ക് നേരത്തെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ. ഇതെന്താന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ, ഇതിൻ്റെ പേരെന്തുവാ? വാട്സപ്പ് കാണുന്നത്. യെസ്, ഇത് വന്നിട്ട് അട വേവിച്ച് വെച്ചിരിക്കുകയാണ്. ശർക്കരപ്പാനി, ഇതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ്. പായസം വെക്കാൻ അറിയാത്തവർ ഇത് കണ്ടു പഠിക്കുക. ഇതിൻ്റെ പേര് ഉണക്കമുന്തിരി, കിസ്മിസ്, തേങ്ങാപ്പാൽ, പിന്നെ ആവശ്യമുള്ളത് എന്താണ്? ഇതെന്താ? നമ്മുടെ ആശീർവാദിന്റെ നെയ്. ഓക്കെ, പിന്നെ ഇനി ഉണ്ടല്ലോ ഒരു സാധനം ഇതിനകത്ത് പൊടിച്ചു വെച്ചേക്കും, ചുക്കും ജീരകവും ഒക്കെ പൊടിച്ചു വെച്ചിരിക്കുക. യെസ്. അപ്പം നമ്മൾ പായസം ഉണ്ടാക്കാം. നമ്മൾ ഉരുളി വെച്ചു. ഞാൻ ചുരുളി എന്നാണ് പറയാൻ വന്നേ. ഉരുളി വെച്ചു, അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു. നന്നായിട്ടൊന്ന് ചൂടാകണം. യെസ്, കാണുന്നുണ്ടല്ലേ? ഓക്കെ, അല്ല ഏലക്കയുടെ ഒക്കെ മണം വരുന്നുണ്ട്. ഇത് പായസം ഉണ്ടാക്കാൻ ചുമ്മാ കിടന്നപ്പോ ഓരോന്നിന്റെ പല തവണ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന സമയത്ത് മണം വരുന്നത് പറയാൻ പറ്റുമോ? എന്തുണ്ടാക്കിയാൽ ആദ്യമേ അങ്ങ് തുടങ്ങും. പിന്നെ അത് കാശിന് കർമ്മത്തിന് കൊള്ളത്തില്ല. അത് ഉണ്ടാക്കുമ്പോ കൈപ്പുണ്യം. എന്റെ കൈമുണ്ടത്തിന് കുഴപ്പമില്ല. കൈപുണ്യത്തിന് ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. ഇത് അടപ്പായസം പറഞ്ഞൊന്നും പെട്ടെന്നൊന്നും ഉണ്ടാകത്തില്ല. അത് കുറച്ച് 2 മണിക്കൂർ പിടിക്കും. 2 മണിക്കൂറോ? അല്ല, പായസം അങ്ങോട്ട് പാത്രത്തിൽ വരുമ്പോ പെട്ടെന്ന് വരുമ്പോ അല്ലേ നല്ലോണം പിടിക്കണത്. ശർക്കരയൊക്കെ നല്ല പാനിയായിട്ട് വന്ന് ഇത് ശർക്കരയും നല്ല ഇത് ഷൂട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. നമ്മൾ അടുത്ത സാധനം ഇട്ടു. ഇതിന്റെ പേരാണ് അട നമ്മൾ വെള്ളത്തിട്ട് വേവിച്ചതാണേ. ആർക്കും അറിയാൻ പറ്റാത്തതൊന്നും അല്ല.
ലോകത്തെല്ലാം നിന്നെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അടപ്പായസം ഉണ്ടാക്കാൻ അറിയാം. അയ്യോ അമ്മൂമ്മ ഇപ്പൊ പായസത്തിന് വരെ ചട്നി മാത്രം കാണും. താങ്ക്സ്. അങ്ങനെ നമ്മുടെ ശർക്കരയ്ക്കകത്തൊക്കെ കിടന്ന് നമ്മുടെ അട നന്നായിട്ട് വേവണം. മറ്റേ നമ്മുടെ ഹാഫ് കുക്കഡാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ആശീർവാദ് സ്വസ്തിയുടെ നെയ്യ്. അങ്ങനെ നമ്മുടെ ആശീർവാദിൻ്റെ സ്വസ്തിയുടെ പ്യുവർ ആയിട്ടുള്ള നമ്മൾ ഗീ ഒഴിക്കാൻ പോവാണ്. ഇതാണ് മെയിൻ ഹൈലൈറ്റ് നമ്മുടെ പായസത്തിൻ്റെ കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. കാരണം ഞാൻ പണ്ട് നേരം ഞാൻ എപ്പോഴാണെങ്കിലും ചപ്പാത്തിയും അതേപോലെ തന്നെ ബ്രെഡും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നെയ്യ് പുരട്ടണം. അത് ഞാൻ എപ്പോഴും നമ്മുടെ ഈ ഒരു ആശീർവാദിൻ്റെ നെയ്യായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ മണം ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ. ഈ നെയ്യ് പൊട്ടിക്കുമ്പോഴേ എനിക്ക് എൻ്റെ നാടും എൻ്റെ വീടൊക്കെ ഭയങ്കര ഓർമ്മ വരും. കാരണം അമ്മ ഞങ്ങൾക്ക് പണ്ട് ഇതുപോലെ ഉത്സവത്തിനും ഓണത്തിനും ഒക്കെ പായസം വെച്ച് തരുന്ന കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും. അതേപോലെ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ മാത്രം നമ്മുടെ ആശീർവാദ് സ്വസ്തിയുടെ ഗീയുടെ പ്രത്യേകതയാണ് 3.5 മണിക്കൂറോളം സ്ലോ കുക്കിംഗ് പ്രോസസ്സ് വഴിയാണ് ഇവർ ഈ ഒരു നെയ്യ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള വെണ്ണ 3.5 മണിക്കൂറോളം സ്ലോ കുക്കിംഗ് വഴി പ്രോസസ്സ് വഴി കുക്ക് ചെയ്ത് അവസാനം എത്തുന്നതാണ് നമ്മുടെ ഈ ഒരു ഗോൾഡൻ റിച്ചസിലുള്ള ഈ ഒരു നെയ്യ്. നല്ല മണം. നമ്മുടെ ഈ എന്താ പറയുക, അമ്പലപ്പുഴ പാൽപ്പായസത്തിനൊക്കെ മണം ഉണ്ടല്ലോ, അതേപോലത്തെ മണം. ആ നെയ്യുടെ മണം ഉണ്ടല്ലോ, അതേപോലത്തെ മണമാണ്. നമുക്ക് എപ്പോഴും നെയ്യുടെ മണം നമുക്കറിയാം, നല്ലത് ഏതാണ് ചീത്തയാണെന്ന് അത് ലൈക്ക് എന്നും കഴിക്കുന്നവർക്ക് മനസ്സിലാവും. സോ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ല ഒരു നെയ്യ് ആവശ്യമുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ആശീർവാദിൻ്റെ സുസ്ഥിയുടെ ഈ ഒരു നെയ്യ് പറയും കേട്ടോ. കാരണം ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാൽ 1-ാം പാലാണ് ഒഴിക്കുന്നത്. യെസ്. നമ്മുടെ നെയ്ക്കുട്ടം കണ്ടോ ഇങ്ങനെ മുകളിൽ വന്ന് കിടക്കണേ. എനിക്ക് ഈ പായസത്തിനകത്ത് എപ്പോഴും നെയ്യ് ഇങ്ങനെ മുകളിൽ പൊന്തി വന്ന് കിടക്കണം. അങ്ങനെ നമ്മൾ 2-ാം പാൽ ഒഴിക്കാൻ പോവാണ്. യെസ്. നമ്മുടെ പായസത്തിനകത്തോട്ട് നമുക്ക് ചവ്വരി വേവിച്ചത് ഇടാം. ഇനി നമ്മൾ ഇതിലൊരു സ്പെഷ്യൽ സാധനം ചേർക്കാൻ പോവാണ്. ഇതെന്തോ പാല് കുറുക്കി വെച്ചതോ? പാല് കുറുക്കിയതല്ല, ഏലക്കയും ചുക്കും ജീരകവും ഒക്കെ പൊടിച്ചത് 1-ാം പാലിനകത്താക്കി വെച്ചിരിക്കുക. ഇതൊക്കെ പായസത്തിനകത്ത് ഇടുവോ? ഇതൊക്കെ പായസം. അങ്ങനെ പായസത്തിന് രുചി വരുന്നത്. അല്ലാതെ തിന്നായിരിക്കും പ്ലേറ്റിലോട്ട് ഇരിക്കുമ്പോൾ മാത്രം എന്തൊക്കെ ചേർക്കണം എന്നുള്ള അറിയണം. ഓക്കെ, അപ്പോൾ നമ്മളത് ആഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഏലക്ക, ചുക്ക്, പിന്നെ ജീരകം എല്ലാം. ജീരകം. ഇപ്പോൾ ഒരു മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. യെസ്. ഇതെല്ലാം കൂടെ പായസം തന്നെയല്ലേ ഉണ്ടാക്കുന്നത്? അല്ല, ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമോ? അമ്മമ്മ പല്ലില്ലാതിരിക്കേ. സ്മൈൽ. അയ്യോ, സ്മൈൽ പ്ലീസ്. സ്മൈൽ. ഒന്ന് പുഞ്ചിരിക്കൂ. പുഞ്ചിരിക്കൂ. ഓക്കെ, ഒരു ശകല ഞാൻ എടുത്തോളാം. ഞാൻ നോക്കിക്കോളാം. എത്ര തവണ നക്കി? ഇതല്ല ബിഗ് ബോസിനകത്ത് ജാസ്മിൻ അതേപോലെ വരും, അതേപോലെ കമന്റ് ഇടണം. അതേപോലെ കമന്റ് ഇടണം ഗൈസ്. ഒരു സാധനം നോക്കാൻ ഇങ്ങനെ ഒന്ന് തൊട്ട് അതേ നോക്കി നോക്ക്. അടാ കണ്ടല്ല, ഇതൊക്കെ ആൾക്കാര് രക്ഷപ്പെട്ടു. തല മാത്രമേ ഉള്ളൂ. ആ നെയ്യ് ചട്ടിയിലേക്ക് നെയ്യ് ഒഴിക്കുന്നത്. ഞാൻ കൈ കഴുകിയിട്ടുണ്ടേ. കൈ കഴുകി നോക്കിയ നിങ്ങൾ 3 നാളെ നക്കിയിട്ടല്ലേ നീ കൈ കഴുകിയത്? അമ്മ ഷൂട്ട് ചെയ്തത് കറക്റ്റ് നോക്കി. അമ്മ ഷൂട്ട് ചെയ്ത് കറക്റ്റ് എന്നെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ പിടിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കരുത്. ഒഴിക്കും, നെയ്യ് ഒഴിക്കാതെ. ഇനി അത് ഞാൻ എന്നായിട്ടുള്ള എന്തൊക്കെയുണ്ട്. തേങ്ങ ആദ്യം ഇടും. അത് ഷൂട്ട് ചെയ്യുന്നുണ്ടോ നോക്കി. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. തേങ്ങ ഇടും. അങ്ങനെ തന്നെ പിടിച്ചോ. അങ്ങനെ പിടിച്ചോ. നമുക്ക് നീ തേങ്ങ നമ്മൾ നുറുക്കിയെടുത്ത് തേങ്ങാക്കൊത്തൊന്ന് പറഞ്ഞു നേരത്തെ അതൊന്ന് ഇട്ടാ മതിയൊന്ന്. തേങ്ങാക്കൊത്ത് തേങ്ങ നുറുക്കിയിട്ടു. എല്ലാം ഒരുമിച്ചാണ് ഇടുന്നത്. ഒരുമിച്ച് തേങ്ങ മൂത്തിട്ടാ മറ്റേ ഇടുന്നത്. മൂത്തതാണ് ഇളയതാണെന്ന് എങ്ങനെ അറിയാം? ഓക്കെ, തേങ്ങ ചുമന്ന പരുവാകണം, ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ്. തീ കൂട്ടി വെച്ചാൽ പോലെ. തീ കൂട്ടി വെച്ചാൽ തീ കുറച്ച് വെക്കണം. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോത്തേ ഉള്ളൂ. അണ്ടിപ്പരിപ്പിട്ടെ. അണ്ടിപ്പരിപ്പിട്ട്
അത് ഒരെണ്ണം തരണേ. പിന്നെ ഇപ്പൊ തരാം. മുന്തിരിങ്ങ ഇടാം. അതിന് മൂക്കട്ടൊന്ന് ചുവപ്പ് കളറാവട്ടെ. ഇങ്ങനെ ബോള് പോലെ ആയിട്ടുണ്ട്. ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്ത് നമ്മൾ ഇതിന്ന് കണ്ട അതിട്ടുണ്ടേ ഗൈസ്, പറയാൻ മറന്നുപോയി. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് സാധാരണ ആരും പായസം ഒക്കെ വെക്കുമ്പോഴേ ആരും മുൻകൂർ എടുത്ത് ഇതൊന്നും കഴിക്കുന്നില്ല. പായസം ഗണപതിക്ക് വെച്ചിട്ടേ സാധാരണ എല്ലാരും ചെയ്തുള്ളൂ, അല്ലെങ്കിൽ ആ പായസത്തിന് ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ഗണപതിയാണല്ലോ കഴിക്കുന്നത്. ഗണപതി സത്യ നമ്മളെ പായസം സെറ്റായിട്ടുണ്ട്. പിന്നെ കുടിക്കല്ലേ. അടപ്പായസം വെച്ചത് കണ്ടല്ലേ, ഊതി 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 കുടിക്കുന്നു. ചൂടുള്ള ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തന് ഇഷ്ടം. ഇടി കുട്ടാപ്പി. അങ്ങനെ നമ്മുടെ പായസം കണ്ട സെറ്റായിരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യണം. എനിക്ക് ചൂടിനും ആ സമയത്ത് ഇവിടെ മഴക്കാറൊക്കെ മഴ കയറിക്കൊണ്ട് മൊത്തം മൂടി കിടക്കുക. തിരിയിട്ട് കത്തിക്കത്തില്ലേ? പന്തം കൊളുത്തി ഇതുപോലൊരു വിശേഷം ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ കേട്ടാ. ടേബിളിന്റെ മുകളില് കയറ്റി ഇരുത്തി അതിന്റെ മുകളിൽ നമ്മൾ കൃഷ്ണനെയൊക്കെ വെച്ച് വിഷു ഷൂട്ട് ചെയ്യാൻ പോവാണ്. എനിക്കൊന്നും ഇതുപോലെ ആരും ചെയ്തിട്ടുണ്ടാവത്തില്ല ഇതുപോലൊരു ഷൂട്ട്. അനൂപേട്ടന്റെ തലയിൽ നിന്നിട്ട് കാണിക്കും. പ്രശസ്ത ഫോട്ടോഗ്രാഫർ അനൂപ് മോഹന്റെ തലയിൽ നിന്ന് കാണിക്കാം. ഇനിയാണ് അത് നമ്മൾ വെച്ചേക്ക ആ കണിക്കൊന്ന എടുത്തിരിക്കുന്ന സാധനം തുമ്പി തുള്ളും. അപ്പൊ ഇന്ന് നമ്മൾ ഇല്ല. അപ്പൊ ഇന്നത്തെ ആ വെറൈറ്റി വിഷു ഷൂട്ട് ഞാൻ എടുക്കാൻ പറ്റുന്നൊക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. യെസ്, എന്താവുമെന്നോ. This is Amrita Nair with cameraman ഗോപിക മോഹനല്ലേ? മിസ്റ്റർ അനൂപ് മോഹൻ, ഗോപി ജോയ്. യെസ്, അതെ. അപ്പൊ ആളെയും കൂടെ കാണിച്ചു വിട്ടിട്ടെ. മൈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഗോപിക ചേച്ചിയാണ് നമുക്ക് വീഡിയോ എടുത്ത് തന്നിരിക്കുന്നത്. പാട്ട് മലർവാതിൽ അതായിരിക്കും. വസുദേവാത്മജൻ ഞാൻ ഉണക്കി വെച്ചേക്കുക. ആ പാട്ടായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ പുകയ്ക്കാം. ഇത് കത്തിക്കണ്ടേ? യെസ്, അങ്ങനെ ഞങ്ങൾ ഒരുവിധം വിഷു ഷൂട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇതെല്ലാം അനൂപേട്ടൻ്റെ എന്താണ് ഐഡിയ ആണ് കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ഷൂട്ടായിരുന്നു. സോ എന്താണ് ഞാൻ അവിടെ കിടന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. കാരണം ഒരുപാട് ടൈമായി. പിന്നെ എനിക്ക് പുക പറ്റില്ല, എനിക്ക് ശ്വാസം മുട്ടുള്ളത് കൊണ്ട് എൻ്റെ അടുത്ത് തന്നെ പോയി മറ്റേ കുന്തിരിക്കം അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു നമ്മുടെ ഒരു പുകയ്ക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ. കുന്തിരിക്കമല്ല അതിന് പറയുന്നത്, സാമ്പ്രാണിയുടെ വേറെ ആയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ പുകച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പുക പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയായിരുന്നു. സോ ഞങ്ങൾ അടിപൊളിയായിട്ട് വിഷു ഷൂട്ട് ചെയ്തു. എന്താ പറയുക, നല്ലൊരു ഷൂട്ടായിരുന്നു. ഈ പറഞ്ഞ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല, എല്ലാം എടിപിടിയിലായിരുന്നു. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം, എനിക്ക് ആ മാല, ബ്ലൗസ്, ഇതെല്ലാം നമ്മുടെ പേജിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ടാഗ് ചെയ്യുന്നതായിരിക്കും. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കും ഇനി എവിടെ നിന്നാണ് ബ്ലൗസ് തയ്ച്ചത്, സെറ്റും സാരി എവിടെ നിന്നാണ്. ഇത് ഒറിജിനൽ സെറ്റാണ് കേട്ടോ. സോ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. സോ അതിൽ വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം. മാല ഒരു രക്ഷയില്ലാത്ത മാലയാണ്. 10K വരുന്നുണ്ടോ മാലയുടെ വേർത്ത് വരുന്നത്. പക്ഷെ അടിപൊളി മാലയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ആകാറായി. അതെ, വെറുതെ തീ വെച്ച് കളിക്കണ്ടല്ലോ. അപ്പം ശരി, ഇതിൻ്റെ ലാസ്റ്റ് ഷോട്ടാണ്. ഓൾമോസ്റ്റ് നമ്മളെല്ലാം എടുത്തു. അപ്പം ഒരുപാട് ലാഗ് അടിക്കുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ബൈ ടാറ്റ പറയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. ടാറ്റാ, ബൈ, സീ യു.